കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 18 അതിൽ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് പറയുന്നത്. നാഷണൽ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ അതായത് നിയമനിർമ്മാണത്തിനും എല്ലാത്തിനും നമ്മുടെ ഒരു ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേക്കിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്, നമുക്കറിയാം അല്ലേ. അവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതും. രണ്ടുപേരുടെയും രണ്ട് സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും രണ്ടാമത് വരുന്നത് ബാൽ ഗംഗാധർ തിലകിനെ കുറിച്ചാണ്. ഇവർ രണ്ടുപേരുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടും രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടും എല്ലാം വളരെ അധികം പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ളതാണ്, അത് രണ്ട് സെക്ഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളൂ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അപ്പം എന്താണ് അവരെക്കുറിച്ച് പറയുന്നത് എന്നും അവരുടെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അവർ എന്തൊക്കെ സംഭാവനകളാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി തന്നത് എന്നതെല്ലാം, പിന്നെ ന്യൂസ് പേപ്പർ ക്രിയേറ്റ് ചെയ്തതും അങ്ങനെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ മിക്കവാറും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, കുറച്ച് ഹിസ്റ്ററിയാണിത് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഹിസ്റ്ററിയാണ് പറയുന്നത്, അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ചൊരു മടുപ്പുണ്ടാക്കും, പക്ഷേ എക്സാമിന് വേണ്ടിയാണല്ലോ എന്നതിനാൽ ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാം. പിന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കഥ പോലെ അങ്ങ് പോയാൽ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ബാലഗംഗാധർ തിലകിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ലോകമാന്യ ബാലഗംഗാധർ തിലക് ജനിച്ചത്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള രണ്ട് മേഖലകളായിരുന്നു ഗണിതശാസ്ത്രവും അതേപോലെ തന്നെ നിയമവും പഠിക്കുക. അതിൽ രണ്ടിലും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം തന്നെ നേടി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് സ്വരാജ് എൻ്റെ ജന്മദേശം ആണ്, അത് ഞാൻ നേടും എന്ന പ്രസ്താവന മുദ്രാവാക്യത്തിൽ പ്രതിഫലിച്ചു. ഇത് സ്വരാജ് എൻ്റെ ജന്മദേശം ആണ്, ഞാൻ അത് നേടും. സ്വരാജ് എൻ്റെ ജന്മദേശമാണ്, അത് ഞാൻ നേടും എന്ന പ്രസ്താവന കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് ബാലഗംഗാധർ തിലക്. അത് മറന്നു പോയത്, അതുകൊണ്ടാണ് അത് 2-3 പ്രാവശ്യം എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹം കൂടുതൽ ശക്തമായ സമീപനങ്ങൾക്കായി വാദിക്കുന്ന തീവ്ര വിഭാഗത്തിന് രൂപം നൽകി. അതായത് മിതവാദികളെന്നും തീവ്രവാദികളെന്നും അറിയപ്പെടുന്ന രണ്ട് സംഘടനകളായിട്ടായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ ബാലഗംഗാധർ തിലക്. ഓക്കെ, കേസരി, മറാഠ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ ദേശീയവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഉള്ള ഉപാധിയായിട്ട് അദ്ദേഹം കണ്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എല്ലാവരും എന്തിനെതിരെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും എന്തിനെതിരെ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയാണ് അല്ലേ. അപ്പോൾ അതിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗണേശ ചതുർത്ഥിയും അതേപോലെ ശിവാജി ഉത്സവങ്ങളും എല്ലാം അദ്ദേഹം എന്താക്കി, ജനപ്രിയമാക്കി മാറ്റി. അതുപോലെ 1895 അതായത് അദ്ദേഹം ജനിച്ചത് 56-ലാണ്, 95 മറാഠ യോദ്ധാവ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ സ്മരണയ്ക്കായി പൂനെയിൽ ഒരു മഹത്തായ ശിവജി ഉത്സവം തിലക് സംഘടിപ്പിച്ചു. ആ ഒരു ഉത്സവം അതൊരു ചരിത്രപരമായ വ്യക്തിത്വത്തെ ആദരിക്കാൻ മാത്രമായിരുന്നില്ല, പകരം നമ്മുടെ സംസ്കാരത്തിന് അഭിമാനം കൊള്ളാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. അതിനായി അദ്ദേഹം ഘോഷയാത്രകളിലൂടെയും ചരിത്രപരമായ പ്രദർശനങ്ങളിലൂടെയും സാംസ്കാരിക പരിപാടികളിലൂടെയും എല്ലാം പൂർവികരുടെ ധീരതയെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും അവരിൽ ദേശസ്നേഹവും അഭിമാനബോധവും വളർത്തിയെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ശ്രമങ്ങളെല്ലാം സാംസ്കാരിക ഉണർവിനും കാരണമായി. അങ്ങനെ ബ്രിട്ടീഷ് അധികാരികളുടെ കടുത്ത പീഡനങ്ങളെ നേരിടേണ്ടി വന്നിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി തിലകിൻ്റെ പ്രതിബദ്ധത അചഞ്ചലമായിരുന്നു. മ്യാൻമറിലെ മാൻഡലെ സെൻട്രൽ ജയിൽ തടവിൽ ആയിരുന്നെങ്കിലും അദ്ദേഹം തളർന്നില്ല. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും അദ്ദേഹം എഴുത്തു തുടർന്നു. വേദങ്ങളിലെ ആർട്ടിക് ഹോം, ഗീതാരഹസ്യം എന്നിവ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ പലപ്പോഴും രഹസ്യമായി ജയിലിൽ നിന്നും പുറത്തെത്തിച്ച് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് സ്വാതന്ത്ര്യത്തിനായി ഉള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ ബാലഗംഗാധർ തിലക് ജനങ്ങളിൽ സ്വയം ഭരണത്തിൻ്റെ ആത്മാവ് ജ്വലിപ്പിച്ച ഒരു തീവ്ര ദേശീയവാദിയായി ഓർമ്മിക്കപ്പെട്ടു. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ പ്രേരിപ്പിച്ച സ്വദേശി പ്രസ്ഥാനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രചരണം തുടങ്ങിയ സംഭാവനകൾ ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ സ്വാധീനിക്കുന്നത് തുടർന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയായിരുന്നു ബാലഗംഗാധർ തിലക് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്, വെൻ ആൻഡ് വേർ വാസ് ബാൽ ഗംഗാധർ തിലക് ബോൺ, എവിടെയായിരുന്നു ജനിച്ചു എന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതില്ലേ, മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 1856-ലാണ് കേട്ടോ. വിച്ച് ന്യൂസ് പേപ്പർ ഡിഡ് തിലക് സ്റ്റാർട്ട്, ഏത് ന്യൂസ് പേപ്പറുകളൊക്കെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, കേസരി ആൻഡ് മറാഠ. വാട്ട് സ്ലോഗൻ ഈസ് തിലക് ഫേമസ്ലി നോൺ ഫോർ, നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണത്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹിന്ദു ഫെസ്റ്റിവൽ ഡിഡ് തിലക് ടേൺ ഇൻറ്റു എ പബ്ലിക് ഇവൻറ്റ്, ഏതാണ് പബ്ലിക് ഇവൻ്റ് ആയിട്ട് മാറ്റിയിരുന്നത്, ഗണേശ് ചതുർത്ഥി അല്ലേ. അതുപോലെ തന്നെ വേർ വാസ് തിലക് ഇംപ്രിസൺഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ജയിലിലായിരുന്നത്, ഏത് ജയിലിലായിരുന്നു, എവിടെയായിരുന്നു, ബർമ്മയിലെ മണ്ഡാലെ സെൻട്രൽ ജയിലിലായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെക്കുറിച്ച് നോക്കാം. ആരായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്, ആരായിരുന്നു, അയൺ മാൻ അല്ലേ, നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലേ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. അയൺ മാൻ എന്ന് പറഞ്ഞാൽ ആരാ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. അദ്ദേഹം ജനിച്ചത് 1875-ലായിരുന്നു. ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാദിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ നിശ്ചയദാർഢ്യം, അറിവിനോടുള്ള ദാഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അങ്ങനെ അദ്ദേഹം നിയമപരമായ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് അംഗീകാരങ്ങളും നേടിക്കൊടുത്തു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറ പാവുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആര്? ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പട്ടേലിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്തൊക്കെയാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ മാത്രമല്ല, വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായ അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു. ഖേദ സത്യാഗ്രഹം, ഗുജറാത്തിലെ ചമ്പാരൻ സത്യാഗ്രഹം, ഭരൂച്ച് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, കർഷകരുടെ ഉന്നമനം തുടങ്ങിയ നിരവധി പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകി. 1928 ബർദോളി സത്യാഗ്രഹം എന്ന പേരിൽ പ്രക്ഷോഭം നയിക്കുകയും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കർഷകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തോടെ അദ്ദേഹത്തിന് സർദാർ എന്ന പേരും ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നതിൽ പട്ടേൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. നിരവധി നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കുന്നതിനും അതിൽപ്പെട്ടതാണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന അദ്ദേഹം രാജ്യത്തിൻ്റെ അഖണ്ഡത ഉറപ്പുവരുത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു. 2018 അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഒരു യഥാർത്ഥ രാഷ്ട്രശില്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വരും തലമുറകൾക്ക് പ്രചോദനമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ സംഭാവനകൾ ഇന്ത്യൻ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നതുമാണ്. നമുക്കിനി അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വെൻ ആൻഡ് വേർ വാസ് സർദാർ വല്ലഭായ് പട്ടേൽ ബോൺ? എവിടെയായിരുന്നു? നാദിയാദ് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത്, ഗുജറാത്തിൽ അല്ലേ, 1875. വിച്ച് മൂവ്മെൻറ്റ് ഹാവ് പട്ടേൽ ദ ടൈറ്റിൽ സർദാർ? സർദാർ എന്ന പട്ടേൽ എന്ന ഒരു ടൈറ്റിൽ പട്ടേലിന് കിട്ടിയത് ഏത് സമരത്തിലായിരുന്നു, ഏത് മൂവ്മെൻറ്റിലായിരുന്നു? ബർദോളി സത്യാഗ്രഹം അല്ലേ, 1928. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം. ഹൂ ഈസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? അതായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. വിച്ച് സത്യാഗ്രഹ ഡിഡ് പട്ടേൽ ലീഡ് ഇൻ 1918? ഏതായിരുന്നു? ഖേദ സത്യാഗ്രഹം അല്ലേ. അങ്ങനെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതൊന്നെല്ലാം ഒന്ന് വായിച്ചു പോകണം. നമ്മൾ ഇതിൻ്റെ ഉള്ളടക്കം സമ്മറിയാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, സമ്മറി മനസ്സിലാവുന്നില്ല എങ്കിൽ ഒന്നും കൂടി അത് കേട്ടു നോക്കണം. രണ്ടുപേരുടെയും പറയുന്നത് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാര്യങ്ങളും കേൾക്കണം, അതേപോലെ തന്നെ ലോകമാന്യ തിലകും, രണ്ടുപേരുടെയും സമ്മറി വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ.